നമ്മളിന്ന് കളമശ്ശേരി HMT ബേർഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയേക്കാം കേട്ടോ. അപ്പോൾ സ്ഥലം നമ്മുടെ എറണാകുളം ജില്ലയിൽ നല്ല ടൗണിൻ്റെ ഹൃദയഭാഗത്തായിട്ട് ഒരു ചെറിയ കാട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സീസണിൽ ഒരു മിനിമം ഒരു 10-15 ദിവസമെങ്കിലും വന്ന് മണിക്കൂറുകളോളം കാത്തിരുന്നിട്ട് കിട്ടിയ വിഷ്വൽസാണ് നമ്മുടെ വീഡിയോയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ട്രൈപോഡൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കും. ഇവിടെ ഒരു ബേർഡ് ബാത്ത് സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കളമശ്ശേരിയിലെ സ്വന്തം പോളിച്ചേട്ടൻ്റെ സംഭാവനയാണ്. ആളിതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഓരോ സ്പോട്ടിനും ഓരോ പേരൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഫുൾ സ്ക്രിപ്റ്റൊക്കെ സെറ്റാക്കി വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യപരമായും ഉപയോഗപ്രദവുമായ അത്യാവശ്യം കണ്ടൻറ്റ് വീഡിയോയിലോ ഇൻഫോർമേറ്റീവായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എറണാകുളം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? വലിയ കെട്ടിടങ്ങൾ, മെട്രോ, തിരക്കേറിയ റോഡുകൾ, കൊച്ചു റിഫൈനറി, ഇൻഫോ പാർക്ക്, ഇതൊക്കെയല്ലേ. എന്നാൽ ഇതേ എറണാകുളത്ത് വ്യവസായ നഗരമായ കളമശ്ശേരി എന്നറിയപ്പെടുന്ന ഭാഗത്ത്, അതും സ്പെസിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ HMT കമ്പനിയുടെ ഹൃദയഭാഗത്ത് ഒരു വലിയ കാടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റൂ. കാരണം നമ്മൾ ഇന്ന് ആ കാട്ടിലാണ്. ഇവിടുത്തെ അന്തേവാസികളും ഇവിടുത്തെ കുറേ വിഷ്വൽസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ഇത് വെറും ഒരു കാടല്ല. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് അപൂർവ ഇനം പക്ഷികൾ വിരുന്നെത്തുന്ന പ്രകൃതി സ്നേഹികളുടെ ഒളിസങ്കേതമായ കളമശ്ശേരി HMT അർബൻ ഫോറസ്റ്റ് ഏരിയ. കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിലെ ഈ പച്ചത്തുരത്തിൻ്റെ കഥയും ഇവിടുത്തെ വിസ്മയങ്ങളും അറിയാൻ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും: ഇത്രയും വലിയ ലാൻഡ് അല്ലെങ്കിൽ കാട് ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന്. നമുക്ക് ചിലവർക്കെങ്കിലും അറിയാവുന്ന പോലെ HMT എന്നുള്ളൊരു കമ്പനി നമ്മുടെ കളമശ്ശേരി അല്ലെങ്കിൽ ആ ഏരിയയുടെ പേര് HMT എന്നാണ് അറിയപ്പെടുന്നത്. 1960കളിൽ ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ HMT, ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് എന്നറിയപ്പെടുന്ന കമ്പനി കളമശ്ശേരിയിൽ സ്ഥാപിച്ചപ്പോൾ വലിയൊരു ഭൂപ്രദേശം അവർക്ക് ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തു. ഫാക്ടറിയും ക്വാർട്ടേഴ്സും കളിസ്ഥലങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടും 100 കണക്കിന് ഏക്കർ സ്ഥലം ഉപയോഗിക്കാതെ കിടന്നിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ ഇടപെടലുകളില്ലാതിരുന്ന ആ വലിയ ഭൂമിയിലേക്ക് പ്രകൃതി തന്നെ പടർന്നു കയറി. കാട്ടുചെടികളും വൻ വൃക്ഷങ്ങളും വളർന്നു. സ്വാഭാവികമായ ഒരു വനം അവിടെ രൂപപ്പെട്ടു. ഇന്ന് ഏതാണ്ട് 100-ലധികം ഏക്കറിൽ പടർന്നു കിടക്കുന്ന ഈ പ്രദേശം കൊച്ചി നഗരത്തിൻ്റെ ശ്വാസകോശമായാണ് അറിയപ്പെടുന്നത്. മനുഷ്യൻ നട്ടുപിടിപ്പിച്ചതല്ല, പ്രകൃതി സ്വയം നിർമ്മിച്ചെടുത്ത ഒരു നഗരവനം. അതാണ് HMT അർബൻ ഫോറസ്റ്റ്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത അല്ലേ? വെറുമൊരു കാട് എന്നതിലുപരി പ്രകൃതി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ ഒരു ഇക്കോസിസ്റ്റമാണ്. ഒരേ ലാൻഡിൽ തന്നെ തലയുയർത്തി നിൽക്കുന്ന പച്ച പൊതിച്ച വൻ വൃക്ഷങ്ങളും അതിനിടയിലൂടെ ശാന്തമായി ഒഴുകുന്ന ചെറിയ അരുവികളും, തൊട്ടപ്പുറത്ത് പച്ചപ്പട്ടുടുത്ത വയലുകൾ പോലെയുള്ള പുൽപ്രദേശങ്ങൾ ഇവിടെ കാണാം. കാടും ജലാശയവും പുൽമേടും ഒരേ സ്ഥലത്ത് ഒത്തുചേരുമ്പോൾ ഇതൊരു ഒന്നാന്തരം നാച്ചുറൽ ഹാബിറ്റേറ്റായി മാറുകയാണ്. അതുകൊണ്ടാണ് ഒരുപാട് പക്ഷി വൈവിധ്യം ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. ഓരോ ഇനം പക്ഷികൾക്കും അവരുടേതായ രീതിയിൽ ജീവിക്കാൻ, ചിലർക്ക് കൂടുകൂട്ടാൻ വലിയ മരങ്ങൾ, ചിലർക്ക് ഇര തേടാൻ പുൽപ്രദേശങ്ങൾ, കുളിക്കാനും വെള്ളം കുടിക്കാനും ഈ കൊച്ചരുവികൾ, ഈ ഒരു അത്യപൂർവ പ്രകൃതി തന്നെയാണ് ഇവിടെ ഇത്രയധികം പക്ഷി വൈവിധ്യം ഇങ്ങോട്ട് ആകർഷിക്കപ്പെടാനുള്ള പ്രധാന കാരണം. പലർക്കും തോന്നാവുന്ന ഒരു സംശയമുണ്ട്: മൂന്നാറിലും തേക്കടിയിലും വലിയ കാടുള്ളപ്പോൾ എന്തിനാണ് ഈ പക്ഷികൾ കളമശ്ശേരി പോലുള്ള ടൗണിലേക്ക് വരുന്നത്? ഉത്തരം ലളിതമാണ്. മലമുകളിലെ കഠിനമായ തണുപ്പ് കാലത്ത് ഇര തേടാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈ പക്ഷികൾ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് താൽക്കാലികമായി കുടിയേറ്റം നടത്തും. അതിനാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. സമതലങ്ങളിലെ ഈ കൊച്ചു കാട്ടിൽ ആ സമയത്ത് ഇവർക്ക് ആവശ്യമായ കാട്ടുപഴങ്ങളും പ്രാണികളും സമൃദ്ധമായി ഉണ്ടാകും. അതുകൊണ്ടാണ് മൂന്നാറിലെ വേഴാമ്പലുകളും ഹിമാലയൻ അതിർത്തിയിലെ റോസ് ഫിഞ്ചും കൂട്ടത്തോടെ എത്തുന്ന സ്റ്റാർലിങ്കുകളും ഇവിടെ തങ്ങളുടെ ശൈത്യകാല താവളമാക്കുന്നത്.
ഒരു വശത്ത് വലിയ ഫാക്ടറികളും റോഡുകളും ഉണ്ടെങ്കിലും ഈ കാടിനുള്ളിൽ പക്ഷികൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുണ്ട്. നിശബ്ദതയും സംരക്ഷണവും ഇവിടുത്തെ ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റിയാണെന്ന് എടുത്തു പറയേണ്ടി വരും. പുറത്തെ ബഹളങ്ങളിൽ നിന്ന് മാറി പക്ഷികൾക്ക് സുരക്ഷിതമായി കൂട് കൂട്ടാൻ പറ്റിയ വലിയ മരങ്ങൾ ഇവിടെയുണ്ട്. ഭക്ഷണങ്ങൾ ധാരാളമായിട്ടുണ്ട്. കാട്ടുപഴങ്ങൾ, വിത്തുകൾ, നിബിഡമായ ചെടികൾക്കിടയിലെ ചെറു പ്രാണികൾ, പുഴുക്കൾ എന്നിവ പക്ഷികൾക്ക് ധാരാളമായി ഭക്ഷണം ഒരുക്കുന്നു. മൈഗ്രേറ്ററി റൂട്ട് മനസ്സിലായതാണ്. തണുപ്പ് കാലത്ത് ഒക്ടോബർ മുതൽ മാർച്ച് വരെ ഹിമാലയ പ്രദേശങ്ങളിൽ നിന്ന് വരെ വിദേശങ്ങളിൽ നിന്നും ദേശാടന പക്ഷികൾ മൈഗ്രേറ്ററി റൂട്ട് പാസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഓൺ ദ വേയിൽ വരുന്നൊരു പ്രധാന ഇടം കൂടിയാണ് നമ്മുടെ ഈ HMT ഏരിയ. അതുകൊണ്ടാണ് കൂടുതൽ പക്ഷികളും മൈഗ്രേറ്ററി ഹിമാലയത്തിൽ നിന്ന് വരുന്ന പക്ഷികൾ ഉൾപ്പെടെ ഇവിടെ കാണപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. ഇവിടെ സാധാരണയായി കണ്ടുവരുന്ന, അതായത് മൈഗ്രേറ്ററി സീസണിൽ കണ്ടുവരുന്ന ഏകദേശം ഒരു ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ കാണപ്പെടുന്ന നമ്മുടെ നാട്ടിലെ ഇനങ്ങളല്ല, മൈഗ്രേറ്ററി ആയിട്ട് കാണപ്പെടുന്ന കുറച്ച് സാധാരണ വരുന്ന പക്ഷികളുടെ കുറച്ച് പേര് നമുക്ക് പരിചയപ്പെട്ടാലോ. നാഗമോഹൻ, അതായത് ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ, പവിഴക്കുരുവി, റോസ് ഫിഞ്ച് എന്ന് പറയും, കാട്ടുപുള്ള്, നീൽഗറി ത്രഷ്, വേഴാമ്പൽ, മരംകുത്തി, ഏഷ്യൻ കുയിൽ, തീക്കുരുവി, ചുട്ടിപ്പരുന്ത്, നീലത്തത്ത എന്നിങ്ങനെ ഒരുപാട് ഇനം വെറൈറ്റി പക്ഷികളെ നമുക്കിവിടെ കാണാം. ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു, ഒരു ദിവസം വന്നാൽ ഇതെല്ലാം കണ്ടുപോകാൻ ഇത് ബേർഡ് സാങ്ച്വറിയോ കാര്യങ്ങളോ ഒന്നുമല്ല, കൂട്ടിലിട്ട് വളർത്തുന്നുമല്ല. നമ്മൾ പല ദിവസം പല സമയങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന് നിന്നാണ് നമുക്ക് ഈ വിഷ്വൽ പകർത്തിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വന്നു പോയാൽ ഇതൊന്നും മനസ്സിലാവില്ല. ഇവരുടെ ഹാബിറ്റേറ്റും ഇവരുടെ ഏത് സമയത്താണ് ഇവർ ആക്റ്റീവ് ആവുന്നത്, ഏത് സമയത്താണ് ഇവർ ഇര തേടുന്നത്, ഏത് സമയത്താണ് ഇവർ വെള്ളം കുടിക്കാൻ വരുന്നത്, ഏത് സമയത്താണ് ഇവർ കുളിക്കാൻ വരുന്നത്, ഇതിനെപ്പറ്റി ഒരു ധാരണയുണ്ടെങ്കിൽ ആ സമയം പാലിച്ച് വന്നാലേ നമുക്ക് ഇവരെ കൂടുതൽ സ്പോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോകുന്ന സമയങ്ങളിൽ ഒരുപാട് പക്ഷി സ്നേഹികളെ കാണാം. കൂടുതലും ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ അല്ലെങ്കിൽ നാഗമോഹൻ, സ്വർഗവാതിൽ പക്ഷി എന്ന് പറയപ്പെടുന്ന ആ സുന്ദരനെ പകർത്താനാണ് കൂടുതലും ആളുകൾ ഇൻട്രസ്റ്റ് കാണിച്ച ആ സമയത്ത് ആ കുളത്തിൻ്റെ കരയിൽ വന്നിരിക്കുന്നത് കേട്ടോ. രാവിലെയും അവർ ആക്റ്റീവാണ്, പക്ഷേ വൈകുന്നേരം ഒരു 3:30 മുതൽ 5:30 വരെയുള്ള സമയത്താണ് ഇവരുടെ മെയിനായിട്ടുള്ള കുളി നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും കുളക്കരയിലുണ്ടാവും, ഈ ബേർഡ് ലവേഴ്സ്. കേവലം പക്ഷികളെ കാണാൻ മാത്രമല്ല, കൊച്ചി നഗരത്തിലെ ചൂട് കുറയ്ക്കാനും അന്തരീക്ഷവായു ശുദ്ധീകരിക്കാനും ഈ HMT കാടുകൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ വികസനത്തിൻ്റെ പേരിലും പുതിയ കെട്ടിടങ്ങൾക്ക് വേണ്ടിയും ഈ കാടിൻ്റെ നല്ലൊരു പങ്ക് പലപ്പോഴായി വെട്ടി തെളിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പച്ചത്തുറത്ത് സംരക്ഷിക്കപ്പെടേണ്ടത് വരും തലമുറയുടെയും ഈ കൊച്ചു പക്ഷികളുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. വികസനം അത് നമുക്ക് അത്യാവശ്യമാണ്, പക്ഷേ സംരക്ഷിക്കപ്പെടേണ്ടതിന്, അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്നത് അത് മനുഷ്യന് മാത്രം സഹവസിക്കാനോ അല്ലെങ്കിൽ മനുഷ്യന് മാത്രം വെട്ടിപ്പിടിക്കാൻ വേണ്ടി മാത്രം ഉള്ളതല്ല ഈ ഭൂമി. മറ്റ് ജീവജാലങ്ങൾക്ക് നമ്മളെപ്പോലെ തന്നെ ഈ ലാൻഡിൽ അവകാശമുണ്ട്. അതും നമ്മൾ കാണാതെ പോകരുത്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയോ ബേർഡ് വാച്ചറോ ആണെങ്കിൽ ഒരു പുലർച്ചെ ഈ കാട്ടിലൂടെ ഒന്ന് നടന്നു നോക്കും. പക്ഷേ ഒരു പ്രശ്നം നിലവിലിവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഒരു ഗാർബേജ് ഡംപിങ് സോൺ പോലെയാണ് അതിൻ്റെ സറൗണ്ടിങ്സ് ഏരിയ. അപ്പോൾ ജസ്റ്റ് മോർണിംഗ് ഒരു കാഷ്വൽ വാക്കിന് വരാൻ അത്ര സേഫ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ചുറ്റുപാടിൽ ഒരുപാട് അതിഥി തൊഴിലാളികളും ആളുകളൊക്കെ താമസിക്കുന്നതും അതിൻ്റെ ഒരു സറൗണ്ടിങ്സ് ആംബിയൻസ് അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ സേഫായിട്ട് 1-2 പേരിലധികം ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് വരുന്നതാണ് നല്ലത്. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഇവിടുന്ന് തീർച്ചയായും കിട്ടും.
നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട മനോഹരമായ ദൃശ്യങ്ങളും അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും പക്ഷികളും വെറുതെ ഒരു ദിവസം കൊണ്ട് ക്യാമറയിൽ പകർത്തിയതല്ല കേട്ടോ. കഴിഞ്ഞ ഒരു 15-20 ദിവസമായി രാവിലെയും വൈകുന്നേരവും ക്യാമറയും ട്രൈപോഡും ചുമന്ന് കാടിൻ്റെ പല മേഖലകളിലും പോയി അലഞ്ഞ് തിരിഞ്ഞ് ഓരോ സ്പോട്ടിലൊക്കെ ചിലപ്പോൾ മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്തിട്ട് കാത്തിരുന്ന് ക്ഷമയുടെ നെല്ലിപ്പലക വരെ എത്തിയിട്ട് നമ്മൾ എടുത്തതാണ്. പക്ഷേ എനിക്കത് ഇഷ്ടമായത് കൊണ്ടാണ് നമ്മളതങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് ഇത് എല്ലാവർക്കും പറ്റിയ പണിയല്ല. ഒരുപക്ഷെ ഈ കാഴ്ചകളൊന്നും നമുക്ക് ചിലപ്പോൾ നാളെ കാണാൻ കഴിഞ്ഞെന്നും വരില്ല. കാരണം വികസനത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും വലിയ വലിയ പ്രോജക്റ്റുകൾ ഈ കൊച്ചിയുടെ അല്ലെങ്കിൽ കാടിൻ്റെ തൊട്ടടുത്ത് വരുത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ നാട് വളരണം, റോഡുകളും കെട്ടിടങ്ങളും ഉണ്ടാവണം, അതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷേ വികസനത്തിൻ്റെ ഈ കുതിപ്പിൽ നമ്മുടെ നഗരത്തിൻ്റെ ശ്വാസകോശമായി HMT അർബൻ ഫോറസ്റ്റ് നാളെ ഇല്ലാതാകുമോ എന്നൊരു വലിയ ചോദ്യചിഹ്നം ബാക്കിയാവുകയാണ്. വരും തലമുറയ്ക്കായി ഈ പച്ചത്തുരുത്ത് സംരക്ഷിക്കപ്പെടുമോ, അതോ വികസനത്തിൻ്റെ JCB പാച്ചിലിൽ ഈ മരങ്ങളും അരുവികളും ഇവിടുത്തെ അപൂർവ പക്ഷികൾ എന്നേക്കുമായി വംശനാശം സംഭവിച്ച ഓർമ്മയാകുമോ? ഈ കൊച്ചു പക്ഷികൾ നമ്മളോട് സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിച്ചേ പറ്റും. നമ്മളെപ്പോലെയുള്ള പ്രകൃതി സ്നേഹികൾ, ബേർഡ് വാച്ചേഴ്സ്, ഇവരെല്ലാവരും അതിനു വേണ്ടി ശബ്ദമുയർത്തേണ്ടതാണ്. വികസനം പ്രകൃതിയെ കൊന്നുകൊണ്ടാകരുത്. ഈ പച്ചത്തുരുത്ത് സംരക്ഷിക്കപ്പെടാൻ അധികാരികളെ കണ്ണു തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതെല്ലാം സംരക്ഷിക്കപ്പെടും എന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ പറ്റുന്നവരെല്ലാം മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ വാല്യുബിൾ കമൻസും സജഷൻസും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കമൻസായിട്ട് അറിയിച്ചാൽ നമുക്ക് ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസ് ചെയ്യാൻ അതൊരു വലിയൊരു മോട്ടിവേഷനായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി അടുത്ത വരവ് വരെ കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.